ഭംഗി ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദീപാവലിക്ക് ഒരു അടിപൊളി വേസ്റ്റ് ഐറ്റം വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ്ബോർഡും കുറച്ച് പിസ്താഷ്യലും ആണ് വേണ്ടത്. അപ്പോൾ കീപ് വാച്ചിങ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അതുപോലെ ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് മതി. അപ്പം ഇത് നമുക്ക് ഒരു 8-7 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും ഡയമീറ്റർ. അപ്പം അത് നമ്മളിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കുക. അതേതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് റൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പിസ്താഷ്യയിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കൈയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കൈമേലായിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളിച്ചാൽ പൊള്ളി വരുമൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പിസ്താഷ്യൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാം. സെൻറ്ററിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഈ ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാൻഡിൻ്റെ ആ ഒരു സൈസിൽ വേണം നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തിട്ടൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പം ഇവിടെ ഞാനിപ്പോൾ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. കാരണം ദീപാവലിക്ക് കുറച്ചുകൂടി അങ്ങനെയുള്ള കളേഴ്സ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുക. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദിയ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കളറ് ഒരു ദിയയിൽ ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതുപോലുള്ള വലിയൊരു റൗണ്ടിലുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു 30 സെൻറ്റിമീറ്റർ റൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ പിന്നെ ഇതുപോലൊരു കളർ പേപ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. നോർമൽ ഗ്ലൂ യൂസ് ചെയ്താൽ മതി, ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കാർഡ്ബോർഡിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുള്ള് ഞാൻ ചുറ്റും ഇതുപോലെ സിസർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൽ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാർഡ്ബോർഡിൽ സ്റ്റിക്കായി വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ദിയ നമുക്കിതിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ദീപാവലിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള റൂമിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണിത്. ഇനി നമുക്കിതുപോലുള്ള കുറച്ച് മുത്തുകളാണ് വേണ്ടത്. അത് നമുക്കിതുപോലെ സൈഡിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ നല്ലൊരു അടിപൊളി കിടിലൻ ഐറ്റം ആയിട്ടുണ്ട്. നമുക്ക് ദീപാവലിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തികച്ചും നമുക്ക് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.